NCERT മലയാളം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10th CBSEയിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിന്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ മെയിൻ ആയി ഡിസ്കസ് ചെയ്തത് ഡോബറിനറുടെ ട്രയാഡുകളെ പറ്റിയാണ്. അപ്പൊ എന്തായിരുന്നു ഡോബറിനറുടെ ട്രയാഡ്, എന്തായിരുന്നു അതിന്റെ ലിമിറ്റേഷൻസ് എന്ന് കുറച്ച് കാര്യങ്ങൾ ഒരു 7 മിനിറ്റ് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭയങ്കര സിമ്പിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ന്യൂലാൻഡ്സിന്റെ ലോ ഓഫ് ഒക്ടേവ്സ് ആണ്. അപ്പൊ ന്യൂലാൻഡ് ആണ് പിന്നെ അടുത്തതായിട്ട് പീരിയോഡിക് ടേബിളിനെ കുറച്ചും കൂടെ ഒന്ന് വിപുലീകരിച്ചത്. അപ്പൊ അദ്ദേഹം 1866 ഹൈഡ്രജൻ മുതൽ തോറിയം വരെ, അതായത് എലമെന്റ് 1 to 56 വരെ ഇതിനെ അറേഞ്ച് ചെയ്തു. അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്? മറ്റ് ഡോബറിനർ ചെയ്ത പോലെ തന്നെ ഇൻക്രീസിംഗ് ഇൻ അറ്റോമിക് മാസിന്റെ ഒരു ബേസിസിലായിരുന്നു ഇദ്ദേഹവും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെ നമുക്ക് നോക്കാം. അപ്പൊ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷന്. അദ്ദേഹം ഏകദേശം ലോ ഓഫ് ഒക്ടേവ്സ്, അതായത് ഫസ്റ്റ് എലമെന്റ് വിൽ ഹാവ് ദ പ്രോപ്പർട്ടീസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദി 8th എലമെന്റ്. അപ്പൊ 8th എലമെന്റും ഫസ്റ്റ് എലമെന്റും ഏകദേശം സിമിലർ പ്രോപ്പർട്ടീസ് ആവുന്നതാണ് ഇദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം പറഞ്ഞത് ഈ 2 എക്സാമ്പിൾസ് ആയിരുന്നു. ഒന്ന് ലിഥിയം സോഡിയം, അതുപോലെ തന്നെ ബെർലിയം മഗ്നീഷ്യം. ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു സീരീസിൽ അല്ലെങ്കിൽ ഈ ഒരു കോളത്തിലെ ഫസ്റ്റ് എലമെന്റ് ആണ്. അത് അവസാനത്തെ 8th എലമെന്റ് ആകുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നത്. അത് ലിഥിയം കഴിഞ്ഞിട്ട് 8th എലമെന്റ് ആയിട്ടുള്ള സോഡിയം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെർലിയം കഴിഞ്ഞിട്ടുള്ള മഗ്നീഷ്യത്തിലും ഒരേ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷെ എന്തായി, അതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ലോ ഓഫ് ഒക്ടേവ്സ്, ഞാൻ മെയിൻ പറയാൻ മറന്നുപോയി. ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് വെച്ചാല് ഒരു മ്യൂസിക്കൽ നോട്ട് സരി ഗമ പ ധ നി, ആ ഒരു മ്യൂസിക്കൽ നോട്ടിന്റെ ഓർഡറിലാണ്. അതായത് 1 എലമെന്റ് ഫസ്റ്റ് 8th എലമെന്റും റിസംബിൾ ചെയ്യുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് ആ വേർഡ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു കോൺസെപ്റ്റിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ഒരു ഡിമെറിറ്റ്സ് എന്താണെന്ന് വെച്ചാല് അപ് ടു കാൽഷ്യം വരെ മാത്രമേ നമുക്ക് ഈ ഒരു സാധനം ഒബേ ചെയ്യുള്ളൂ, ഈ ഒരു പീരിയോഡിക് ടേബിളിലുള്ള ലോസ് ഒബേ ചെയ്യുള്ളൂ. അതായത് കാൽഷ്യം വരെയുള്ള ആ ഒരു ഇത് മാത്രമേ, അല്ലെങ്കിൽ 40 വരെയുള്ള ആ ഒരു സെക്ഷൻ മാത്രമേ ലോ ഓഫ് ഒക്ടേവ്സ് ഒബേ ചെയ്യുള്ളൂ. അതിനുശേഷമുള്ള എലമെന്റ്സിനൊന്നും ഇത് ഒബേ ചെയ്യില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത് 56 എലമെന്റ്സ് മാത്രമായിരുന്നു ഇദ്ദേഹത്തിന്റെ ടേബിൾ. നമ്മൾ പറഞ്ഞു 1 to 56 വരെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ 56 എലമെന്റിന് ശേഷമുള്ള എലമെന്റ്സ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു ഏകദേശം 118 എലമെന്റ്സ് ഉണ്ട്. അതിൽ പറഞ്ഞത് 98ഉം നാച്ചുറലി ഒക്വറിംഗ് ആണ്. ബാക്കിയുള്ളതൊക്കെ ന്യൂക്ലിയർ റിയാക്ഷൻസ് വഴി ഉണ്ടാവുന്നതാണ്. അതിനകത്തുള്ള 56 മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എലമെന്റ്സിന്റെ കാര്യം ഇദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതൊരു ഡീമെറിറ്റ് ആണ്. ഇനി അടുത്ത ഒരു ഡീമെറിറ്റ് എന്ന് വെച്ചാൽ ഇദ്ദേഹം ഫുള്ള് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യൂ, ഇദ്ദേഹം എലമെന്റ്സ് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്ത് എലമെന്റ് അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇത്. അതായത് കോപ്പർ ആൻഡ് നിക്കൽ ഇദ്ദേഹം ഇട്ടത് ഈ ഫ്ലൂറിൻ, ക്ലോറിൻ ആൻഡ് ബ്രോമിന്റെ ഗ്രൂപ്പിലായിരുന്നു. ഈ കോപ്പർ ആൻഡ് നിക്കൽ എന്ന് പറയുന്നത് കുറച്ച് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. അതിന് ഈ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും കാണിക്കേണ്ടായിരുന്നില്ല. ആ ഒരു കാര്യം പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ അയൺ Fe എന്നിട്ടുള്ള അയണിനും ഈ കോപ്പർ ആൻഡ് നിക്കലിനും സിമിലർ പ്രോപ്പർട്ടീസ് ആണ്. പക്ഷെ നമ്മൾ കണ്ടില്ലേ, വേറെ വേറെ സെക്ഷനിലായിട്ടാണ് അവരെ കൊടുത്തിരിക്കുന്നത്. ഇതും വേറൊരു ഡീമെറിറ്റ് ആണ്. അപ്പൊ ഈ 2 ഡീമെറിറ്റ്സ് ആണ് ഇദ്ദേഹം മെയിൻ ആയിട്ട് ഈ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് എലമെന്റ്സിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് ടെക്സ്റ്റിലാണ് വൃത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചാല് അതിന് ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇനി വെച്ചാൽ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ലൈറ്റർ എലമെന്റ്സ്. അതായത് ലൈറ്റർ എലമെന്റ്സിന് മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞ് നമുക്കറിയാം വലിയ വലിയ അറ്റോമിക് മാസസിൽ എലമെന്റ്സ് ഉണ്ട്. ആ അറ്റോമിക് മാസസിൽ എലമെന്റ്സിനൊന്നും ഇത് അപ്ലിക്കബിൾ ആയിരുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ 56 ആയിട്ടുള്ള ഈ എലമെന്റ്സ് ഉള്ള ഈ പീരിയോഡിക് ടേബിൾ എന്ത് ചെയ്തു, അവസാനം ഇത് കോൺസെപ്റ്റ് അപ്രൂവ് ആയില്ല. അപ്പൊ വേറൊരാൾ വന്നു, അദ്ദേഹത്തിന്റെ പേരാണ് മെന്റലീവ് എന്ത് ചെയ്തു, കുറച്ച് പീരിയോഡിക് ടേബിൾ കുറച്ചുകൂടി എലമെന്റ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ട് ഒരു പീരിയോഡിക് ടേബിൾ ഫോം ചെയ്തു. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ ഇതിന്റെ ഇൻഡെക്സ് പാർട്ടിൽ കുറച്ച് ചോദിച്ച കാര്യങ്ങളുണ്ട്. എന്തായിരുന്നു ഡോബറിനറിന്റെ ലിമിറ്റേഷൻസ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടാണ്. ഡോബറിനറുടെ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ട്രയാഡുകളായിട്ടായിരുന്നു ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു 3 സെറ്റ് ഓഫ് ട്രയാഡുകൾക്ക് മാത്രമേ സിമിലർ പ്രോപ്പർട്ടീസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒക്വർ ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു സെക്ഷനാണ് മെയിൻ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഫെർദർ എലമെന്റ്സിന്റെ കാര്യം
അറിയില്ല. ആ ഒരു കാര്യമായിരുന്നു. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സിമിലാരിറ്റീസ് കാണുന്നുണ്ടോ ഡോബറിനറിന്റെ ട്രയാഡുകളും അതുപോലെ തന്നെ ഈ ഒരു ന്യൂലാൻഡിന്റെ ഈ ഒരു പീരിയോഡിക് ടേബിൾ നമ്മൾ എന്തെങ്കിലും ഒരു സിമിലാരിറ്റീസ് കാണുന്നുണ്ടോ? യെസ്, കാണുന്നുണ്ട്. അതായത് Li ആൻഡ് സോഡിയം, അതായത് ലിഥിയം സോഡിയത്തിന്റെ കേസ് ആണെങ്കിൽ തന്നെ ഇവിടെ പറഞ്ഞു നമ്മൾ ലിഥിയത്തിനും സോഡിയത്തിനും സെയിം പ്രോപ്പർട്ടീസ് ആണെന്ന്. അവിടെയും അതായത് ട്രയാഡുകളിൽ നമ്മൾ പറഞ്ഞു NaNK അതിനകത്ത് പറഞ്ഞു സെയിം പ്രോപ്പർട്ടീസ് ആണെന്ന്. അപ്പൊ ചില സ്ഥലത്ത് ഒരു ട്രയാഡിലെ ഒരു സെറ്റ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സിമിലർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ചെറിയ ഒരു സിമിലാരിറ്റി ചെറുതായിട്ടുണ്ട്. ആ ഒരു കാര്യം ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻസ്, അതായത് ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സ് 1866 കണ്ടുപിടിച്ച ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നായിരുന്നു. അപ്പൊ ഒരു ലിമിറ്റേഷൻ നമ്മൾ പറഞ്ഞു, ഇതിന് കാൽഷ്യം വരെ മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമുള്ള എലമെന്റ്സിന്റെ കാര്യം പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഓൺലി 56 എലമെന്റ്സിന്റെ മാത്രമേ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഫെർദർ എലമെന്റ്സ് ഒരുപാട് ഉണ്ടായിരുന്നു, അതൊന്നും ഇദ്ദേഹത്തിന്റെ ഈ പീരിയോഡിക് ടേബിളിനകത്ത് ഉണ്ടായിരുന്നില്ല. വേറൊരു കാര്യം പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്തു. ഓരോ എലമെന്റ്സിന് ഒരു സെറ്റായി കിട്ടാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തു. അതിന്റെ മെയിൻ കാര്യമാണ് നമ്മൾ പറഞ്ഞ ഈ കോപ്പർ ആൻഡ് നിക്കല്. ഈ കോപ്പർ ആൻഡ് നിക്കൽ എന്ന് പറയുമ്പോൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അതായത് ഹാലോജൻസിന്റെ ഗ്രൂപ്പിലായിരുന്നു തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനെന്തായില്ല, മറ്റേ ഈ ഹാലോജൻസിനായിട്ട് തീരെ ഒരു കണക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കോപ്പർ ആൻഡ് നിക്കലിന് Fe അതായത് അയൺ ആയിട്ട് ഒരു കോറിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതെന്ത് ചെയ്തു, ഡിഫറെന്റ് ആയിട്ടുള്ള കോളംസിലായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതൊരു ഡീമെറിറ്റ്സ് ആണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത് ലൈറ്റർ എലമെന്റ്സിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ലൈറ്റർ അല്ലാത്ത എലമെന്റ്സ് ഇത് അപ്ലിക്കബിൾ ആയിരുന്നില്ല. ഈ ഒരു കാര്യമൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടുന്നത്. അപ്പം ഞാൻ എന്താ പറയാ, എനിക്ക് എന്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുന്നവരേക്കും താങ്ക് യു എവരിവൺ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെന്റൽ ലീവിന്റെ ഒരു പീരിയോഡിക് ടേബിളും പിന്നെ മോഡേൺ പീരിയോഡിക് ടേബിളും ആണ്. അത് 2 സെക്ഷനായിട്ടാണ് എനിക്ക് ഉണ്ടാവുക. അതോടുകൂടി ഈ ചാപ്റ്റർ കഴിയും. അപ്പം അടുത്ത ക്ലാസ്സിൽ വരുന്നവരേക്കും താങ്ക് യു എവരിവൺ.